രാജാവും ചക്രവർത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇതിൽ ആർക്കെങ്കിലും അറിയോ? ഒരാൾ പറഞ്ഞാൽ ഞാൻ സമ്മാനം നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. 2026 ഫസ്റ്റ് ദിവസത്തില് ചേച്ചി കുറെ നേരമായിട്ട് പറയുന്നത് 2 വാക്ക് പറയണമെന്ന്. അപ്പൊ ചേച്ചിക്ക് ചോദിക്കാം എന്താ 2 വാക്ക് പറയാനുള്ളത്? ചേച്ചി പറഞ്ഞോളൂ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആദ്യം തന്നെ ഈ AR കുടുംബത്തിന്റെ അരവിന്ദൻ സാറിനും രാജു സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അവരുടെ കുടുംബത്തിനും അതുപോലെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഒരു നല്ല ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അതിലുപരി ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, അതായത് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, നന്മ നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുകയാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവട്ടെ. കസ്റ്റമേഴ്സിന് ഐശ്വര്യം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് ഐശ്വര്യം വന്ന് ചേരുമല്ലോ. AR കുടുംബത്തിൻ്റെ സാരഥികളായ അരവിന്ദ സാറും രാജു സാറും നമുക്ക് ഒരുപാട് നന്മകളാണ് പറഞ്ഞു തരാറ്. ആ നന്മയുടെ ഒരു വശമാണ് ഇപ്പോൾ നിങ്ങളെ പ്രേക്ഷകരൊക്കെ കണ്ടു കാണും. നമ്മുടെ കൈച്ചെയിൻ പോയത് കിട്ടിയതും ഞങ്ങളുടെ അരവിന്ദ സാറും രാജു സാറും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന മുതലാണ് നമ്മൾക്ക് ഐശ്വര്യം തരുമെന്ന്. അത് മറ്റുള്ളവരെ മുതലെടുത്തിട്ട് മോഷ്ടിച്ചെടുത്തിട്ടും അല്ലാതെ അറിയാതെ എടുത്തിട്ട് അത് നമ്മുടെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അനുഭവത്തിൽ വരില്ല. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ രാജു സാറിൽ നിന്ന് അരവിന്ദൻ സാറിൽ നിന്നും കിട്ടുന്ന പ്രചോദനമാണ് നമ്മൾക്ക് എന്തൊരു മുതൽ മറ്റൊരാളെ കിട്ടുമ്പോഴും കൊടുക്കാനുള്ള ഒരു പ്രചോദനം. അതെപ്പോഴും നമ്മൾ ഓർക്കണം. അത് തന്നെയാണ് ഈ വീടിൻ്റെ, ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം. പിന്നെ ഇപ്പോൾ ഈ AR കുടുംബം അല്ലെങ്കിൽ ഇതിൻ്റെ സാരഥികൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. ഇനി ആരാവണം? ചക്രവർത്തിമാരാവണം. എന്താ ഈ രാജാവും ചക്രവർത്തിയും തമ്മിലുള്ള വ്യത്യാസം പറയും? സമ്മാനം നമ്മുടെ സാർമാരുടെ. രാജാവും ചക്രവർത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇതിൽ ആർക്കെങ്കിലും അറിയോ? ഒരാൾ പറഞ്ഞാൽ ഞാൻ സമ്മാനം നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ആരെങ്കിലും ഒരാൾ പറയും. രാജാവും ചക്രവർത്തിയും തമ്മിലുള്ള വ്യത്യാസം. രാജാവ് ഒരു രാജ്യം മാത്രം ഭരിക്കുന്ന ആളാണ്. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അനേക നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്ന ആളാണ് ചക്രവർത്തി. അങ്ങനെ ഒരു നിലയിലെത്തണം നമ്മൾ. നമ്മുടെ വേദിലും ഈ ലോകത്തെ എല്ലാ കസ്റ്റമേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ.